A few moments later. അടിച്ചു പോയി ഗൈസ്, അത് വിട്. സോ നമുക്ക് മെച്ചം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് എന്ന് പറയാൻ ആകെ 5-6 LED സ്ട്രിപ്പ് മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ LED സ്ട്രിപ്പ് വെച്ചിട്ട് ഇന്ന് എന്താ ചെയ്യാം? ഇപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിന് ശേഷം വീഡിയോയിലേക്ക് വരാം. ഓക്കെ, സോ നമ്മൾ വർക്ക് ചെയ്യുന്നൊക്കെ LED സ്ട്രിപ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ ട്യൂബിൻ്റെ കേസ് ഇവിടെ ഉണ്ട്, അതിന് ചാടരുത് ആവശ്യമുണ്ട്. ഞാൻ പവർ കാണിച്ചാൽ പവർ ശരിക്കുള്ള പവർ കാണിച്ചാൽ ഇതൊരു മൊബൈലിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ഇതിലൊരു പവർ കാണിച്ചാൽ ഭയങ്കര പവറാണ്. ശേഷം നമ്മളെ ട്യൂബിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്യേണ്ടിയിട്ട് ഞാനൊരു അളവെടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 3 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പാണ്. അല്ല 3 വോൾട്ട് എന്നല്ല, 3 വോൾട്ടിൻ്റെ ഫോക്കസ് ഇതിൽ 3 വോൾട്ടിൻ്റെ ഈ സംഭവം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചേക്കുന്ന നേരം ഈ ഏതൊരു സാധനം വർക്ക് ചെയ്യുന്ന നേരം ഇത് ഓവർ ഹീറ്റ് ആവും. അപ്പോൾ ഈ ഹീറ്റിന് പ്രിവെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഹീറ്റ് സിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ പോകണം. പുഷ്കു അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്ത പീസൊക്കെ ഒന്ന് സോൾഡർ ചെയ്യാം. സോ നമ്മുടെ സോൾഡറിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കൊന്ന് പവർ കൊടുത്തോളാം. നല്ല രസമാട്ടോ ഇങ്ങനെ കളിക്ക്. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പവർ സോഴ്സ് കൊടുക്കുക. ഒരു 3 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്കൊരു സ്വിച്ച് ആവശ്യമാണ് ഓൺ ഓഫ് ചെയ്യാൻ. പിന്നെ നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു സോക്കറ്റും അത്യാവശ്യമാണ്. സോ നമ്മളിവിടെ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പവർ സോഴ്സും അത് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും പിന്നെ അത് ഓൺ ഓഫ് ചെയ്യാനൊരു സ്വിച്ചും. സിമ്പിൾ അല്ലേ? സോ നമുക്കിതൊന്ന് ചാർജ് ചെയ്യാനിടാം. നമുക്കൊരു 10 മിനിറ്റ് ചാർജ് ചെയ്യാനിടാം. പ്രകാശം പരക്കോ? വിചാരിച്ച പോലെ ഇല്ലാട്ടോ, നല്ല റിസൾട്ട് ഉണ്ട്. സോ ദെൻ ഫസ്റ്റ് ഞാൻ എടുത്ത അളവ് എന്ന് പറയുന്നത് നമ്മുടെ അക്യൂറേത്തിൻ്റെ ആണ്. ഈ അക്യൂറേത്തിൽ ഒരു ലൈറ്റില്ലാത്തതിൻ്റെ ചെറിയ പ്രശ്നമുണ്ടായി. അപ്പോൾ അവിടെ ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ സർക്യൂട്ട് ഞാൻ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഇതിൽ ഓൺ ചെയ്തിട്ട് പവർ വരുന്നതും ഇതിപ്പോൾ കറണ്ട് പോയാ പവർ ഓൺ ആകുന്നതും നേരിട്ട് ഈ 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിലും അല്ലാതെ ഇപ്പോൾ ചാർജിങ്ങിൽ നിന്ന് പവർ ഔട്ട് വരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ.